നമ്മുടെ സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി. അതോടൊപ്പം തന്നെ വീട്ടമ്മമാരും സ്ത്രീകളും ഒക്കെ തന്നെ കാത്തിരിക്കുന്ന 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷനും ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഈ പദ്ധതിയുടെ ഏപ്രിൽ മാസത്തിലെ വിതരണം നിലവിൽ ഇപ്പോൾ കുടിശ്ശിക ആയിരിക്കുകയാണ്. ഈ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിനായിട്ടുള്ള സർക്കാർ ഉത്തരവുകൾ ഒക്കെ തന്നെ ഉടൻ പുറത്തു വരേണ്ടതുണ്ട്. എന്നാൽ ജനക്ഷേമകരമായിട്ടുള്ള ഇത്തരം പദ്ധതികൾ ഒന്നും തന്നെ സർക്കാർ നിർത്തലാക്കുന്നില്ല എന്ന ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എല്ലാ ക്ഷേമ പദ്ധതികളും തുടർന്ന് കൊണ്ടുപോകുമെന്ന് UDF സർക്കാർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ വിതരണം സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഈ വരുന്ന 25-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. 63 ലക്ഷത്തോളം വരുന്ന പെൻഷനർക്കായിരിക്കും ലഭിക്കുക. അതോടൊപ്പം തന്നെ 25-ാം തീയതി തന്നെ എല്ലാവരുടെയും കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ എത്തിക്കൊള്ളണമെന്നില്ല. വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ തന്നെ പൂർത്തിയാക്കാൻ ചിലപ്പോൾ ചെറിയ താമസം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ തുക അനുവദിച്ചു കഴിഞ്ഞാൽ DBT സംവിധാനം വഴിയും സഹകരണ സംഘങ്ങൾ വഴിയും ഉദ്യോഗസ്ഥർ വിതരണം നടത്തുമ്പോൾ തന്നെ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിട്ടുള്ള സാധ്യതകൾ ഉണ്ടായേക്കാം. തുക എത്രയും വേഗം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലും കൈകളിലും എത്തുന്നതായിരിക്കും. എന്നാൽ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ ഒക്കെ തന്നെ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ അവരാകട്ടെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അവർ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് ഇതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് ജൂൺ 30 വരെ അതിനുള്ള സമയം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരും ജൂൺ 30-നകം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാത്ത പക്ഷം അവരുടെ പെൻഷനും മുടങ്ങുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.